നമുക്കിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഉണ്ടാക്കിയാലോ? കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഞവര അരിയാട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇത് നമുക്കൊരു 3 തവണ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി വെക്കണം. നമുക്ക് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം കുതിർക്കാൻ വേണ്ടി വെക്കാനായിട്ട്. ഇപ്പോൾ നല്ലപോലെ നമ്മുടെ അരിയൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ അരി നല്ലപോലെ കുതിർന്നിരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പരുവത്തിന് വേണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ. ഞാൻ കുറച്ച് ജീരകവും അതുപോലെ തന്നെ തേങ്ങയും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി അരച്ച് നമ്മൾ മാറ്റി വെച്ച ഞവര അരി അതിലേക്ക് ഈ തേങ്ങയും ജീരകവും ലേശം നെയ്യും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്കിനിത് ചെറിയ ബോൾസ് ആയിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആവികേറ്റിയെടുക്കാം. ഞവര അരി ആയതുകൊണ്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കുക്ക് ചെയ്താൽ മാത്രമേ നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ. ഇപ്പം നമ്മുടെ ഞവര അരി കൊണ്ടുള്ള കൊഴുക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തിയാണ്, ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസ് വഴി അറിയിക്കാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.